കേരള ബാലറ്റിലേക്ക് വീണ്ടും മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഇടതുമുന്നണിയിൽ എന്തൊക്കെ രാഷ്ട്രീയ ചലനങ്ങളാണ് ഇന്നുണ്ടായിട്ടുള്ളത്. സീറ്റ് വിഭജനം സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാനായി ഇടതുമുന്നണി യോഗം ഈ മാസം 10-ന് ചേരാനിരിക്കുകയാണ്. സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ഘടകകക്ഷികളുമായി മുന്നണിക്കകത്തുള്ളവരുമായും മുന്നണിക്ക് പുറത്തുള്ളവരുമായും പ്രാഥമിക വട്ട ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി സിപിഎമ്മും സിപിഐയും തമ്മിലുള്ള തർക്കം ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം 10-ന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിന് ശേഷമേ ഉണ്ടാകൂ. ഏതായാലും ഈ മാസം 20-ന് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും എന്നാണ് പ്രതീക്ഷ. മുഹാജിർ ഞങ്ങളുടെ പ്രതിനിധിയുടെ വിവരങ്ങളുമായി. മുഹാജിർ, എന്താണ് ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള നില? 10-ാം തീയതി ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ഏതൊക്കെ കക്ഷികളുമായുള്ള ചർച്ചകളാണ് തുടങ്ങിവെക്കാൻ പോകുന്നത്? ഇടതുമുന്നണിക്ക് പുറത്ത് ഒരുപക്ഷെ മുന്നണി പ്രവേശം വരെ കാത്തു നിൽക്കുന്ന കക്ഷികളോടുള്ള നയം എന്തായിരിക്കും? ഈ മുന്നണിയുടെ എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ നൽകാനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്? പ്രൊവിഷൻ LDF-ൽ എല്ലാ കക്ഷികളുമായി ഓരോ ഘടകകക്ഷികളുമായും CPM പ്രാഥമികമായി മുഹാജിർ ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. ചെറിയ ചില സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മുഹാജിറുമായുള്ള സാങ്കേതിക തടസ്സം വളരെ പെട്ടെന്ന് തന്നെ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചകൾ ഈ മാസം 10-ന് തുടങ്ങും. ഇടതുമുന്നണി യോഗം ഈ മാസം 10-നാണ്. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് CPI-യുമായിട്ടുള്ള തർക്കം ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു പ്രശ്നം ഇടതുമുന്നണിക്ക് മുന്നിലുണ്ട്. പക്ഷേ 10-ാം തീയതി ചേരുന്ന ഇടതുമുന്നണി യോഗത്തിന് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകാൻ പോകുന്നത്. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളും അതുപോലെ തന്നെ മുന്നണിക്ക് പുറത്ത് ഉള്ളവരുമായുള്ള സഹകരണം സംബന്ധിച്ചിട്ടുള്ള തീരുമാനവും ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ 10-ാം തീയതി ചേരാൻ പോകുന്ന ഇടതുമുന്നണി യോഗം ഏറെക്കുറെ നിർണായകവുമാണ്. ഈ മാസം 20-നാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ സാധ്യതയുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം. മുഹാജിർ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായുണ്ട്. സാങ്കേതിക പ്രശ്നം പരിഹരിക്കപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. മുഹാജിർ, എന്താണ് തിരുവനന്തപുരത്ത് നിന്നും ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം? പ്രൊവിഷൻ ഇടതുമുന്നണിയിലെ എല്ലാ കക്ഷികളുമായി CPM ഉഭയകക്ഷി ചർച്ചകൾ ഇന്നലെയോടെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ഓരോ കക്ഷികളും അവർക്ക് ജയിക്കാൻ കഴിയാവുന്ന സീറ്റുകൾ, എത്ര സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാൻ സാധിക്കും തുടങ്ങിയ വിവരങ്ങൾ CPM നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വൈക്കം വിഷൻ LDF കൺവീനർ വൈക്കം വിഷൻ, പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർ മുമ്പിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും ഇപ്പോൾ പെൻഡിംഗിലായിട്ടുള്ളത് CPI-യുമായുള്ള ചർച്ചകളാണ്. ഇത് CPI-യുമായുള്ള ചർച്ചകൾ രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയാണ് ഉടക്കി നിൽക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ 27 സീറ്റുകളാണ് CPI മത്സരിച്ചത്. അവർ അതിൽ കൂടുതലായി 30 സീറ്റുകൾ ഈ തവണ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ്, ജയിക്കാനാകുന്ന ഒരു സീറ്റ് CPI-ക്ക് നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ CPI രാജ്യസഭാ സീറ്റ് വിട്ടു നൽകാൻ CPM തയ്യാറായിട്ടില്ല. അത് തങ്ങൾക്ക് തന്നെ വേണമെന്നാണ് അവർ നിലപാടെടുത്തിരിക്കുന്നത്. എന്നാൽ 2 സീറ്റുകളെങ്കിലും അധികം നൽകിക്കൊണ്ട് CPI-യെ അനുനയിപ്പിക്കാനും രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാനുമാണ് ഇപ്പോൾ LDF CPM ആലോചിക്കുന്നത്. അക്കാര്യത്തിൽ ഏകദേശം ധാരണയിലെത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാൽ ഈ മാസം 10-ന് ചേരുന്ന LDF യോഗത്തിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ ധാരണയാകൂ. അതോടൊപ്പം തന്നെ ചില സീറ്റുകൾ CPI വെച്ചു മാറാനും ആഗ്രഹിക്കുന്നുണ്ട്. ഉദാഹരണമായി മൂവാറ്റുപുഴ, വിജയിക്കാൻ സാധ്യതയില്ലാത്ത മൂവാറ്റുപുഴ സീറ്റ് ഫ്രാൻസിസ് ജോർജിന്, ഇപ്പോൾ മുന്നണിയിലേക്ക് പുതുതായി വരുന്ന ഫ്രാൻസിസ് ജോർജ് നൽകാൻ CPM ആലോചിക്കുന്നുണ്ട്. അതിന് പകരമായി CPI-ക്ക് എറണാകുളം ജില്ലയിൽ തന്നെ മറ്റൊരു ജയസാധ്യതയുള്ള സീറ്റ് നൽകേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇരിക്കൂർ മണ്ഡലം ഇപ്പോൾ CPI ആണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും വിജയസാധ്യത CPI-ക്കില്ല. അതിന് പകരമായി കണ്ണൂരിൽ മറ്റൊരു മണ്ഡലം, വിജയസാധ്യതയുള്ള ഒരു മണ്ഡലം CPI ആവശ്യപ്പെടുന്നു. കണ്ണൂർ മണ്ഡലം തന്നെയായിരിക്കും മിക്കവാറും അത്. ഈ മാസം 10-നാണ് സീറ്റ് വിഭജന ചർച്ചകൾക്ക് പ്രാഥമിക ഘട്ട ചർച്ചകൾ ഘടകകക്ഷികളുമായി പൂർത്തിയാക്കി കഴിഞ്ഞു. CPM-ഉം CPI-യുമായി ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നം രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ CPI-ക്ക് 2 സീറ്റ് ഇത്തവണ അധികം നൽകിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും, CPI-യെ അനുനയിപ്പിക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് CPM നേതാക്കൾക്കുള്ളതെന്ന് മുഹാജിർ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. 3 സിറ്റിംഗ് MLA-മാരെ ഒഴിവാക്കി CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി. തരൂരിൽ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനോടൊപ്പം ആലത്തൂർ ഏരിയ കമ്മിറ്റി അംഗം പൊന്നുകുട്ടന്റെയും പേരുണ്ട്. തൃത്താലയിൽ M സ്വരാജ് ഉൾപ്പെടെയുള്ളവരെ പരിഗണിക്കുന്നു. VS-ന്റെ സിറ്റിംഗ് സീറ്റായ മലമ്പുഴ ഒഴിച്ചിട്ടിരിക്കുന്നു. ആലത്തൂരിൽ M ചന്ദ്രനാണ് സിറ്റിംഗ് MLA. ആലത്തൂർ ഏരിയ കമ്മിറ്റി അംഗം KD പ്രസന്നന്റെ പേരാണ് പട്ടികയിലുള്ളത്. ഒറ്റപ്പാലത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ശശിയുടെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. M ഹംസയാണ് നിലവിൽ ഒറ്റപ്പാലത്തെ പ്രതിനിധീകരിക്കുന്നത്. നെന്മാറയിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ബാബുവിന്റെയും ചിന്നക്കുട്ടന്റെയും പേരുകളാണുള്ളത്. 3 ടൈം പൂർത്തിയാക്കിയെങ്കിലും കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഇത്തവണയും മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. തരൂരിൽ AK ബാലനോടൊപ്പം ആലത്തൂർ ഏരിയ കമ്മിറ്റി അംഗം പൊന്നുകുട്ടന്റെയും പേരുണ്ട്.
മലമ്പുഴയും ചിറ്റൂരും ഒഴികെയുള്ള മണ്ഡലങ്ങളുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയത്. ചിറ്റൂരിൽ ഇത്തവണ ജനതാദൾ എസിന് നൽകാൻ ഏകദേശ ധാരണയായിരുന്നു. ഷൊർണൂരിൽ തർക്കം നിലനിൽക്കുകയാണ്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം സുബൈദ ഇസഹാക്കിന്റെയും കെ സലീഹ MLA MR മുരളി എന്നിവരുടെ പേരുകളും ഉയർന്നുവന്നു. പാലക്കാട് മണ്ഡലത്തിൽ മുൻ MP NM കൃഷ്ണദാസും KK ദിവാകരനുമുണ്ട്. NM കൃഷ്ണദാസ് കുറച്ചുകൂടി ഉറച്ച സീറ്റിലേക്ക് മാറുമെന്നായിരുന്നു നേരത്തെയുള്ള സൂചനകൾ. തൃത്താലയിൽ M സ്വരാജ് ഉൾപ്പെടെയുള്ള യുവ നേതാക്കളെയാണ് പരിഗണിക്കുന്നത്. VT ബലറാമിനെതിരെ ശക്തനായൊരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന അഭിപ്രായം സജീവമാണ്. ജില്ലയിലെ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 CPM മത്സരിക്കുന്നത്. KM ബിജു, മീഡിയ 1, പാലക്കാട്. BJP ക്യാമ്പിലും തെരഞ്ഞെടുപ്പ് ചലനങ്ങൾ സജീവമാണ്. നേമത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് പാർട്ടിയിലേക്ക് പുനഃപ്രവേശനം ആഗ്രഹിച്ചു നിൽക്കുന്ന BJPയുടെ മുൻ ജനറൽ സെക്രട്ടറി PP മുകുന്ദൻ. താൻ ഒറ്റയ്ക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള കടുത്ത സമ്മർദ്ദം പാർട്ടി പ്രവർത്തകരിൽ നിന്നുണ്ട് എന്നാണ് PP മുകുന്ദൻ പറഞ്ഞത്. പാർട്ടിയിൽ വീണ്ടും തിരിച്ചെത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടും അതിന് അവസരം കിട്ടാതെ നിൽക്കുകയാണെന്നും അതെന്തുകൊണ്ടാണെന്ന് തനിക്കറിയില്ല എന്നുമാണ് PP മുകുന്ദൻ ഇന്ന് തിരുവനന്തപുരത്ത് പ്രതികരിച്ചത്. ഏറെക്കാലമായി BJP ഔദ്യോഗിക നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന PP മുകുന്ദൻ തിരിച്ചുവരാനുള്ള തന്റെ ആഗ്രഹത്തോട് നേതൃത്വം അനുകൂലമായി പ്രതികരിക്കാത്തതിലുള്ള പ്രതിഷേധമായാണ് മത്സരത്തിനിറങ്ങുന്നത്. നേമത്തോ വട്ടിയൂർക്കാവിലോ സ്വതന്ത്രനായി മത്സരിക്കാനാണ് ആലോചന. മത്സരിക്കാൻ പ്രവർത്തകരുടെ കടുത്ത സമ്മർദ്ദമുണ്ടെന്ന് PP മുകുന്ദൻ അറിയിച്ചു. VSDP ഉൾപ്പെടെ സാമുദായിക സംഘടനകളുടെ പിന്തുണ തനിക്കുണ്ടെന്നും മുകുന്ദൻ പറഞ്ഞു. സമ്മർദ്ദമുണ്ട്, തീരുമാനിച്ചിട്ടില്ല. സാമുദായിക ചെറിയ ചെറിയ സംഘടനകൾ അവർക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ അനുകൂലമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് പിന്തുണ ഇപ്പം പറഞ്ഞില്ലെങ്കിലും അവർ സ്വാഗതം ചെയ്യുന്നു. മുന്നണികളും ബന്ധപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൂടാ. എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകും. എന്നാൽ നേതൃത്വത്തിന്റെ നിലപാട് ആശാവഹമല്ല. നിശ്ചയമായിട്ടും വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. വാതിൽ തുറന്നിട്ട വാതിലിന് ഇങ്ങനെ കയറുകൊണ്ടൊരു കെട്ടിയാൽ കുനിഞ്ഞു പോകും. BJP വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന നേമത്ത് O രാജഗോപാലാണ് സ്ഥാനാർത്ഥി. ഇവിടെ മത്സരിക്കുമെന്ന PP മുകുന്ദന്റെ പ്രഖ്യാപനം പാർട്ടിക്ക് തലവേദനയാകും. മീഡിയ 1, തിരുവനന്തപുരം. ചലച്ചിത്ര താരം ജഗദീഷ് ഇത്തവണ കോൺഗ്രസിന് വേണ്ടി പത്തനാപുരത്ത് മത്സരരംഗത്തുണ്ടാകുമോ? ജഗദീഷിനെ അനുകൂലിച്ചും എതിർത്തും കോൺഗ്രസിൽ നിന്ന് തന്നെ ശബ്ദങ്ങൾ ഉയർന്നു കഴിഞ്ഞു. വാർത്ത കാണാം ഈ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.